ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാബൂളിലെ മലഞ്ചെരുവുകളിൽ തൻ്റെ കാണാതെ പോയ ആട്ടിൻകുട്ടിയെ തേടി ഒരു സ്ത്രീ പരിഭ്രാന്തിയായി ഓടുകയായിരുന്നു. അവളുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ആട്ടിൻകുട്ടിയെ കണ്ടെത്തണമെന്ന ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പരക്കം പാച്ചിലിനിടയിൽ വഴിയരികിൽ കണ്ണടച്ച് ആഴത്തിലുള്ള ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ഗുരുവിനെ അവൾ അറിയാതെ തട്ടിവീഴ്ത്തി. എന്നാൽ തൻ്റെ ലക്ഷ്യത്തിൽ മാത്രം ഒഴുകിയിരുന്ന അവൾ അത് ശ്രദ്ധിക്കാതെ ഓട്ടം തുടർന്നു. കുറച്ചു സമയം കഴിഞ്ഞ് കാണാതായ ആട്ടിൻകുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ തിരികെ വന്നു. അപ്പോഴും ഗുരു അതേ സ്ഥലത്തുണ്ടായിരുന്നു. ദേഷ്യത്തോടെ അദ്ദേഹം ചോദിച്ചു, എന്തോട്ടമായിരുന്നു നിന്റേത്? എൻ്റെ ഭക്തിപൂർണമായ പ്രാർത്ഥനയെ നീ തടസ്സപ്പെടുത്തി. സ്ത്രീ ഒരു നിമിഷം മൗനമായി നിന്നു. പിന്നീട് വിനയത്തോടെ അവൾ ഇപ്രകാരം മറുപടി നൽകി, ഗുരുവെ ക്ഷമിക്കണം. എൻ്റെ ആട്ടിൻകുട്ടിയോടുള്ള സ്നേഹവും ആശങ്കയും കാരണം ഞാനങ്ങയെ കണ്ടതേയില്ല. എന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കെൻ്റെ ആട്ടിൻകുട്ടിയോടുള്ള സ്നേഹത്തേക്കാൾ കുറവാണോ അങ്ങേക്ക് ദൈവത്തോടുള്ള സ്നേഹവും ശ്രദ്ധയും? പ്രാർത്ഥനയെ ദൈവത്തോട് അത്രമാത്രം അടുത്തു നിൽക്കുകയായിരുന്നുവെങ്കിൽ അരികിലൂടെ ഓടിപ്പോയ എന്നെ അങ്ങ് എങ്ങനെ ശ്രദ്ധിച്ചു? ആ വാക്കുകൾ കേട്ട് ഗുരു സ്തംഭിച്ചുപോയി. തൻ്റെ പ്രാർത്ഥന വെറും ചുണ്ടുകളിൽ മാത്രമായിരുന്നുവെന്നും തൻ്റെ ശ്രദ്ധ ദൈവത്തിലല്ല മറിച്ച് ചുറ്റുമുള്ള ബാഹ്യ ലോകത്തിലായിരുന്നുവെന്നും അദ്ദേഹം വേദനയോടെ തിരിച്ചറിഞ്ഞു. ഒരു ചെറിയ ആട്ടിൻകുട്ടിയോട് ആ സ്ത്രീ കാണിച്ച അതേ ഏകാഗ്രത പോലും തനിക്ക് പ്രാർത്ഥനയെ ദൈവത്തോട് കാണിക്കാൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വാക്കുകേട്ട് നിനിവയിലേക്ക് പോകേണ്ടതിന് പകരം തർശീശിലേക്ക് പോയ യോനയെ വീണ്ടും നിനിവയിലെത്തിച്ചു ദൈവം. തൻ്റെ ദൗത്യമൊക്കെ പൂർത്തീകരിച്ച് നിനിവയുടെ നാശം കാണാൻ കാത്തിരിക്കുന്ന യോന തനിക്ക് തണലേകിയ ചൂരച്ചെടി ഒരു പുഴുക്കുത്തി നശിച്ചു പോകുന്നത് കണ്ട് ദൈവത്തോട് കോപിക്കുന്നു. ചെറിയ തണൽ നഷ്ടപ്പെട്ടപ്പോഴേക്കും ദൈവത്തിൽ നിന്നും അകന്നുപോയ യോനയെപ്പോലെ പലപ്പോഴും നിസ്സാരമായ ലൗകിക കാര്യങ്ങളിൽ നമ്മുടെ കഠിനമായ നോമ്പും പ്രാർത്ഥനയുമൊക്കെ അർത്ഥശൂന്യമായി പോകാറുണ്ട്. കാരണം അവ പലപ്പോഴും ആത്മാവിൻ്റെ ആഴത്തിൽ നിന്നുള്ളതല്ലാതെ വെറും ബാഹ്യമായ പ്രകടനങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ പോലും ഒരു ഫോൺ റിംഗ് ടോണോ ഒരു കോളിംഗ് ബെല്ലോ അതുമല്ലെങ്കിൽ ചുറ്റുമുള്ള ചെറിയ ചലനങ്ങളോ നമ്മുടെ ശ്രദ്ധ മാറ്റാൻ മതിയാകുന്നതായി തീരുന്നു. പ്രാർത്ഥനയും നോമ്പും ആത്മാവിൽ ദൈവത്തോട് ഒന്നാകേണ്ട വിശുദ്ധമായൊരു കാലഘട്ടമാണ്. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിനും വേണം ആരാധിക്കാനെന്ന് യോഹന്നാൻ 4:24 പറയുന്നു. നമ്മുടെ നോമ്പുകളും പ്രാർത്ഥനകളും ലോകത്തെ കാണിക്കാനുള്ള വെറും പ്രകടനങ്ങളാകാതെ ദൈവത്തെ അനുഭവിക്കുന്ന ആഴമുള്ള ആത്മീയ അനുഭവങ്ങളാകട്ടെ. ചുറ്റുമുള്ള ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ സ്വരം മാത്രം കേൾക്കാനും അവനോട് മാത്രം ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ നോമ്പും പ്രാർത്ഥനയും അർത്ഥവത്താകുന്നത്. പ്രകടനങ്ങളിൽ നിന്ന് ആത്മാവിൻ്റെ വിശുദ്ധിയിലേക്ക് വളരാനും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വാസ്തവമാക്കി മാറ്റാനും കഴിഞ്ഞ ദിനങ്ങളിലെ നോമ്പ് നമുക്ക് പ്രചോദനമാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു ആദിമസഭ പോലെ ആവരുതിനിയും തിരികെ വരാം, നാം ഉണർന്നെഴുന്നേൽക്കാം. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു ആദിമസഭ പോലെ ആവരുതിനിയും തിരികെ വരാം, നാം ഉണർന്നെഴുന്നേൽക്കാം. നാളിനി അധികമില്ല, നാം ദീപമെടുത്തിടാം. ഇരുളാകുന്നതിനും മുൻപേ നാം എരിഞ്ഞടങ്ങിടാം. നാളിനി അധികമില്ല, നാം ദീപമെടുത്തിടാം. ഇരുളാകുന്നതിനും മുൻപേ നാം എരിഞ്ഞടങ്ങിടാം. സഭയെ ഉണരാം, ദൈവസഭയെ അലസത വെടിയാം. മണവാളൻ തൻ കാഹളനാദം കേൾക്കാൻ സമയമതാ. സഭയെ ഉണരാം, ദൈവസഭയെ അലസത വെടിയാം. മണവാളൻ തൻ